12-ാം പിയൂസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും തീക്ഷ്ണതയുള്ള ഒരു മരിയ ഭക്തനായിരുന്നു. പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പയാകുന്നതിന് മുൻപ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഒരിക്കൽ നിരീശ്വരനായ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി. കത്തോലിക്ക മതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ചു കൊല്ലുമെന്ന് അക്രമകാരികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി. മാർപ്പാപ്പ ആശങ്കാകുലനായില്ല. വിശ്വാസത്തിനു വേണ്ടി മരണം വരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശുമെടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു, ഇതാ, നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ചങ്കിന് നേരെ വെടിവെക്കുക. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അക്രമകാരികളുടെ മുൻപിൽ ജപമാലയും കയ്യിലേന്തി മുട്ടിൽ നിന്ന പച്ചേലിയെ വെടിവെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും മിശിഹായുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി. 12-ാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ ഭരിച്ചപ്പോൾ മരിയ ഭക്തി പ്രചരിപ്പിക്കുവാനാണ് എപ്പോഴും അദ്ദേഹം ഉത്സാഹിച്ചിരുന്നത്. പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരൂപിതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ്.